ഇന്നത്തെ നമ്മുടെ റെസിപ്പി മുട്ടയും ബിസ്ക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പുഡിങ്ങാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണ് പുഡിങ് സെറ്റ് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ച് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് സെറ്റായി കിട്ടും. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 12 ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കാം. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 2 മുട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ഗ്ലാസ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ആ മുട്ടയുടെയൊക്കെ സ്മെല്ലൊന്ന് മാറി കിട്ടാനായിട്ട് 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നീട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ബിസ്ക്കറ്റിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി അടിച്ചെടുത്തിട്ടുള്ളത് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് നന്നായിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്കൊരു റിങ് ഇറക്കി വെക്കാം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പുഡിങ്ങിൻ്റെ ബാറ്റർ കൂടി ഇതുപോലെ ഒന്ന് വെച്ച് അത് ഒന്ന് ഒരു പാത്രം കൊണ്ടൊന്ന് അടച്ച് വെക്കാം. അതിൻ്റെ മേലേക്കും ഒരു പാത്രം വെച്ച് അടച്ച് വെച്ചിട്ട് വേണം നമ്മളിത് ആവിയിൽ വേവിച്ചെടുക്കാനായിട്ട്. ഒരു 20-25 മിനിറ്റൊക്കെ കഴിയുന്ന സമയം ഒന്ന് തുറന്ന് നോക്കി ഒരു സ്റ്റിക്ക് കൊണ്ടൊന്ന് കുത്തി അതൊന്ന് ക്ലിയറായി വരികയാണെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നന്നായിട്ടൊന്ന് തണുക്കാനായിട്ട് ഇനി മാറ്റി വെക്കാം. നല്ലതുപോലെ ചൂടാറിയ ശേഷം സൈഡ് ഇതുപോലെ ഒന്ന് വിടിയിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.